അക്രമങ്ങൾ കനത്തതോടെ മണിപ്പൂരിലെ ഉഖ്രുൽ ജില്ലയിൽ കർഫ്യൂ ഏർപ്പെടുത്തി അധികാരികൾ. ആയുധധാരികളായ അക്രമികൾ വീടുകൾക്ക് തീയിടുകയും ഇത് കാരണം ഗ്രാമവാസികൾ രാത്രിയോടെ പലായനം ചെയ്യാൻ നിർബന്ധിതരാവുകയും ചെയ്തതോടെയാണ് സുരക്ഷാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. ജില്ലയിൽ 5 ദിവസത്തേക്ക് കർഫ്യൂ ഏർപ്പെടുത്തുകയും ഇന്റർനെറ്റ് സേവനങ്ങൾ നിർത്തിവെക്കുകയും ചെയ്തു. തിങ്കളാഴ്ച രാത്രി വൈകിയാണ് ജില്ലയിൽ അക്രമങ്ങൾ ആരംഭിച്ചത്. അക്രമികൾ ലിത്തർ സരൈ ഖോങ് ഗ്രാമത്തിലെ വീടുകൾക്ക് തീയിടുകയും ആകാശത്തേക്ക് വെടിയുതിർക്കുകയും ചെയ്തു. ഇതോടെ ഗ്രാമവാസികൾ പരിഭ്രാന്തരായി. കൂടുതൽ അക്രമങ്ങൾ ഉണ്ടാകുമെന്ന് ഭയന്ന പല ഗ്രാമവാസികളും അയൽ ജില്ലയായ കാങ് പോപ്പിയിലെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്തു. ഡാങ്ഖുൾ ഗ്രാമത്തിലെ ജനങ്ങളും ഈ പ്രദേശങ്ങൾ വിട്ടുപോയതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അഗ്നിബാധയെ തുടർന്ന് ഉഖ്രുൽ ജില്ലയിലെ ചില ഭാഗങ്ങളിൽ കർഫ്യൂ ഏർപ്പെടുത്തിയിരുന്നു. കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുന്നതിനായി സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. സംഘർഷം നിലനിൽക്കുന്നതിനാൽ മണിപ്പൂർ സർക്കാർ ഉഖ്രുൽ ജില്ലയിലുടനീളം ഇന്റർനെറ്റ് സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാനും സർക്കാർ ഉത്തരവിട്ടു. നിലവിലെ സാഹചര്യം ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിനും സംഘർഷം വഷളാക്കുന്ന തരത്തിലുള്ള തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നത് തടയുന്നതിനും ജില്ലയിലെ ഇന്റർനെറ്റ് സേവനങ്ങൾ ഉടനടി നിർത്തിവെക്കേണ്ടത് അത്യാവശ്യമാണ്, ഉത്തരവിൽ പറയുന്നു. 5 ദിവസത്തേക്കാണ് ഈ വിലക്ക്. സംഭവ സ്ഥലങ്ങൾ സന്ദർശിച്ച പോലീസ് ഉദ്യോഗസ്ഥർ സമാധാനവും സാധാരണ നിലയും പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഗ്രാമവാസികളെ അറിയിച്ചു. തിങ്കളാഴ്ച പുലർച്ചെ ഏകദേശം 12:10 കെലിങ്വിറാം ഗ്രാമത്തിൽ ഒരു ചെറിയ തീപിടുത്തം റിപ്പോർട്ട് ചെയ്തതായും ഒരു വീടിന് ഭാഗികമായ നാശനഷ്ടം സംഭവിച്ചതായും പോലീസ് പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ പറയുന്നു. സുരക്ഷാ സേന ഉടൻ സ്ഥലത്തെത്തി തീ നിയന്ത്രണത്തിലാക്കിയെന്നും തീപിടുത്തത്തിന്റെ കാരണം അന്വേഷിച്ചു വരികയാണെന്നും പൊതുവായ സാഹചര്യം സാധാരണ നിലയിലാണെന്നും പോലീസ് വ്യക്തമാക്കി. കൊൻസരം ഗ്രാമപഞ്ചായത്ത് ഈ സംഭവത്തെ ശക്തമായി അപലപിച്ചു. ഗ്രാമത്തിൽ കൂടുതൽ സുരക്ഷാ സേനയെ വിന്യസിക്കണമെന്നും ദുരിതബാധിതർക്ക് ആശ്വാസം നൽകണമെന്നും ക്രമസമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് കർശന നടപടികൾ സ്വീകരിക്കണമെന്നും പഞ്ചായത്ത് അധികൃതർ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളോട് ആവശ്യപ്പെട്ടു. സാമൂഹ്യമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വ്യാജ വാർത്തകളെ നേരിടാനും അധികൃതർ നടപടി സ്വീകരിച്ചു. നാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.